Hello guys, welcome to another video. Good morning ladies and gentlemen, welcome to your favorite അപ്പോൾ എന്തിനാണെങ്കിലും ഈ ഒരു സാധനമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. നിങ്ങളൊരു ഓട്ടോമൊബൈൽ എന്തൂസിയാസ്റ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഓട്ടോമൊബൈൽ എന്തൂസിയാസ്റ്റിന് ഒരു സ്മാർട്ട് വാച്ച് ഗിഫ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിലും അതുമല്ല നല്ല മുട്ടൻ ലുക്കുള്ള ഒരു സ്മാർട്ട് വാച്ച് നിങ്ങളെ കയ്യിൽ കിടക്കണം എന്നാഗ്രഹമുള്ളവർക്കും ഇത് മേടിക്കാം. എനിക്ക് തോന്നുന്നത് 5000 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ചത്. എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. മസ്റ്റാങ്ങിൻ്റെ സ്പെഷ്യൽ എഡീഷൻ ഗോ ബോൾട്ട് എന്ന് പറയുന്ന ബ്രാൻഡുമായിട്ടുള്ള അവന്മാരെ ഹെഡ്സെറ്റുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പക്ഷേ ഇത് അവരുടെ വാച്ചാണ് ഗൈസ്. അപ്പം ആ ഒരു പുതുമ കണ്ടുകൊണ്ട് മേടിച്ചെന്നേ ഉള്ളൂ. പിന്നെ ഈ സ്മാർട്ട് വാച്ച് മേടിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇതൊക്കെ കെട്ടിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്ത് കിടിലുമാക്കാം, ഹെൽത്ത് ട്രാക്ക് ചെയ്യാം എന്നൊന്നും വിചാരിച്ച് ഈ സാധനം ദൈവത്തിനെ ഓർത്ത് മേടിക്കരുത്. ഈ ലുക്കിനും മസ്റ്റാങ്ങിനും പിന്നെ മറ്റേ ഡിസ്പ്ലേയിൽ കിടക്കണ ഈ വാച്ച് ഫേസസ് മാറ്റി ഇടാനും ബ്ലൂടൂത്ത് കോളിംഗ് അങ്ങനത്തെയൊക്കെ ബേസിക് ആയിട്ടുള്ള ഒരു സ്മാർട്ട് വാച്ചിൻ്റെ പരിപാടിയാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾക്കിത് മേടിക്കാം. അല്ലാതെ പക്ക ഇതും കെട്ടിക്കൊണ്ട് ഞാൻ നാളെ ജിമ്മിൽ പോയി ഹെൽത്ത് ട്രാക്കിംഗ് അത് വേണ്ട കേട്ടോ. അതിന് വേറെ വലിയ വില കൊടുക്കണം. ഒന്നെങ്കിൽ ഒരു ഹുവാവി വാച്ചോ, ഒരു സാംസങ്ങിൻ്റെ വാച്ച് 7ഓ, ഒരു ആപ്പിൾ വാച്ചോ, അല്ലെങ്കിൽ ഇതുപോലത്തെ മറ്റേ അൾട്രാ റിങ്ങിട്ട് ജിമ്മിൽ പോകാൻ പറ്റില്ല. നമ്മൾ വെയിറ്റൊക്കെ എടുക്കുന്ന സമയത്ത് ഈ സാധനം ചളുങ്ങാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് റിങ് സ്ലീപ്പ് ട്രാക്കിങ്ങിനൊക്കെ റിങ് യൂസ് ചെയ്യാം, വൂപ്പ് യൂസ് ചെയ്യാം തുടങ്ങിയ സാധനം. പക്ഷേ വൂപ്പ് ഞാൻ പറഞ്ഞില്ല, എല്ലാ വർഷവും നമ്മളെ കയ്യിൽ നിന്ന് ഒരു 10,000-20,000 15,000 പൊട്ടും. അത് അത്ര വലിയൊരു ഫീസിബിളായിട്ടുള്ളൊരു സാധനമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഇതുവരെയായിട്ടും. അതല്ലെങ്കിൽ ഗൂഗിൾ പിക്സലിൻ്റെ വാച്ചുണ്ട്, അതും അത്യാവശ്യം നല്ലതാണ് നിങ്ങൾക്ക് ഹെൽത്ത് ട്രാക്കിങ്ങിനും ജിമ്മിൽ ട്രാക്ക് ചെയ്യാനും. ഇത് ലുക്ക് ആൻഡ് കട്ട ലുക്ക് ഉള്ളി. ഓക്കെ, അപ്പോൾ അത് മനസ്സിൽ വെച്ചിട്ട് വേണം ഈ സാധനങ്ങളൊക്കെ മേടിക്കുക. എന്തായാലും പെട്ടി തന്നെ അവരെ പ്രോഡക്റ്റിൻ്റെ മാർക്കറ്റിംഗ് പരിപാടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. 4.5 മില്യൺ ആൾക്കാർ 5 സ്റ്റാർ പ്രോഡക്റ്റ് റേറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 4.5 കോടി ഹാപ്പി കസ്റ്റമേഴ്സ് അവർക്കുണ്ട് എന്നൊക്കെയാണ് ബോൾട്ട് തള്ളിവിടണത്. ആയിക്കോട്ടെ, നല്ല കാര്യം. എന്തിനാണെങ്കിലും ഞാൻ പണ്ട് ഇവരെ ബ്രാൻഡ് യൂസ് ചെയ്തതാണ്. ഞാൻ ഇപ്പം ബോട്ട് എന്ന് പറഞ്ഞ സാധനമില്ലേ, ബോട്ട് യൂസ് ചെയ്യാറില്ല, ഇത് യൂസ് ചെയ്യാറില്ല. ബിക്കോസ് ഇപ്പം തന്നെ ഒരുമാതിരിപ്പെട്ട് ഇപ്പോൾ CMF ബഡ്സ് 2 അടിപൊളി സാധനമാണ് ആ ഒരു പ്രൈസ് റേഞ്ചിന്. ഇപ്പം നിങ്ങൾ TWS യൂസ് ചെയ്യണമെങ്കിൽ. അതേപോലെ CMFൻ്റെ വാച്ച് 2 Pro ഉണ്ട്. വാച്ച് 2 Pro നല്ലൊരു സാധനമാണ് കേട്ടോ. കുറച്ചും കൂടെ മിനിമൽ ഡിസൈനാണ്, കുറച്ചും കൂടെ ബെറ്റർ സ്മൂത്ത് ആയിട്ടുള്ള UI, കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷനായിട്ടാണ് എനിക്ക് ഈ സാധനം CMFൻ്റെ വാച്ച് 3 Pro. അപ്പോൾ ഇതെന്താണെങ്കിൽ ഇതാണ് പെട്ടി. 2 കളറാണ് വരുന്നത്. ഇത് ഓറഞ്ചും ബ്ലാക്കും ആണ്. ഇതിൻ്റെ വേറൊരു കളറും കൂടെ ഉണ്ട്, മഞ്ഞയാണെന്ന് തോന്നട്ടെ, ബ്ലൂവും യെല്ലോയോ അങ്ങനെ 2 വാച്ച് കളറാണ് വരുന്നത്. ഇതിൻ്റെ പേര് സ്റ്റാലിയൻ എന്നാണ്. പിന്നെ ലക്ഷറി ആമുലഡ് സ്മാർട്ട് വാച്ച്, ലക്ഷറി ആമുലഡ്. ശരി. കൺട്രോൾ റിങ്, ഈ സാധനമില്ലേ ചുറ്റുമുള്ള സാധനത്തിനെ കറക്കാൻ പറ്റും. ഇഗ്നീഷൻ സ്വിച്ച്, ദാണ്ട് ഈ സൈഡിലുള്ള ഈ ഒരു സാധനം കണ്ടത്, അതാണ് ഇഗ്നീഷൻ സ്വിച്ച്. ഫോർഡിൻ്റെ ഒഫീഷ്യൽ പ്രോഡക്റ്റാണെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ബാക്കിൽ ദാണ്ട് ഇവിടെ ഒരു കളർ സാധനം കൊടുത്തിട്ടുണ്ട്, ഒത്തൻറ്റിസിറ്റിക്കുള്ള സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇതിലൊരു QR കോഡുണ്ട്, അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒത്തൻറ്റിക് പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല കിടില ഒരു മസ്റ്റാങ്ങിൻ്റെ ഒരു ഫോട്ടോ നമുക്കിവിടെ കാണാം. ഗോ ബോൾട്ട് ആൻഡ് മസ്റ്റാങ്ങിൻ്റെ ഇത് കൊളാബറേഷൻ്റെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. മൾട്ടിപ്പിൾ സ്പോർട്സ് മോഡ് വരുന്നുണ്ട്. റേസ് ടു റെഡി സ്ട്രാപ്പ് എന്തിനാ ആവട്ടെ. ബ്ലൂടൂത്ത് കോളിംഗ്, 1.4 ഇഞ്ചസിൻ്റെ ആമുലഡ് ഡിസ്പ്ലേ ആണ് പറഞ്ഞത്. IP68, അത് പൊളിച്ച്. വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻ്റ് ആണ്. അപ്പം സ്വിം ചെയ്യാനൊക്കെ ആയിട്ട് ഇതിട്ടുകൊണ്ട് ഇറങ്ങാം. എന്തിനാണെങ്കിലും ഇങ്ങനെ ഒരു കൂളായിട്ടുള്ള ഒരു ബോക്സാണ് നമുക്ക് വരുന്നത്. ഒരു മാസ് കൂൾ. വെൽക്കം ടു ദ കളക്റ്റീവ്. നല്ല രസകരമായിട്ടുള്ള ഒരു പെട്ടി നിങ്ങളുടെ മുന്നിൽ കാണാം. ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ വീൽ ദി ഐക്കണ ഒഫീഷ്യൽ പാർട്ട്ണർഷിപ്പിൻ്റെ ഒരു ലെറ്ററൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ഫ്യൂവൽ അപ്പ് ഗിയർ, ഇതൊക്കെ എന്താണ് അത് നോക്കിയാണ് ഇത് മൊത്തം എഴുതി വെച്ചേക്കുന്നത്. ഫ്യൂവൽ അപ്പ് ഗിയർ, ഒരു കിടിലം ഫോട്ടോ, വാച്ച്, പാക്കേജിങ് ഞാൻ 100ൽ 100 മാർക്ക് കൊടുക്കും കേട്ടോ. കൊള്ളാം. വാച്ച് മാറ്റി വയ്ക്കാം. ഫ്യൂവൽ അപ്പ് ഗിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജിങ് കേബിൾ, അതാണ് അതിൻ്റെ അർത്ഥം. വാവ്, ഒന്നുമില്ല. Type-C കേബിൾ, Type-C കേബിളല്ല, ഇതിൻ്റെ ചാർജിങ് പരിപാടി ഉണ്ടല്ലേ, ഇങ്ങനെ ഒട്ടിച്ച് വെക്കണം, ഒരുമാതിരി പല്ല് പോലെ ഇരിക്കണം, ടൂത്ത് ബ്രഷ് പോലെ ഇരിക്കുന്ന സാധനം ഉണ്ടല്ലോ, അതാ ഇത് ഈ സാധനം
ചാർജർ അതിനാണ്. ഒരു ഒഫീഷ്യൽ ലെറ്ററൊക്കെ തന്നിട്ടുണ്ട്, കുറച്ച് സ്റ്റിക്കേഴ്സ്. ഓ നൈസ്, ഐ ലൈക്ക് ഇറ്റ്. യു ആർ അൺലോക്ക്ഡ് എക്സ്ക്ലൂസീവ് ആക്സസ്. എന്തൊരു ഒരു കാർഡ്, സർട്ടിഫിക്കേഷൻ ഓഫ് ഒത്തൻറ്റിസിറ്റിയുടെ സർട്ടിഫിക്കറ്റ്. നമ്മളെ റോളക്സിനൊക്കെ കൊടുക്കണ പോലെ ഒരു ഒത്തൻറ്റിസിറ്റി സർട്ടിഫിക്കറ്റ് ഒക്കെ തരുന്നുണ്ട്. ഇതെന്തോ അവരെ പരിപാടിയാണ് കേട്ടോ. ഇങ്ങനത്തെ എന്തോ ഒരു QR കോഡൊക്കെ തന്നിട്ടുണ്ട്. വാട്സാപ്പ് ചാനൽ. ഓ ഇതെന്തോ ഒരു ചാനൽ കേട്ടോ. വാട്സാപ്പ് ചാനലിലോട്ട് കയറാനുള്ള സാധനം. സ്കാൻ ആൻഡ് സെക്യൂർ 1 ഇയർ വാറൻറ്റിയുടെ സ്കാനർ. ആൻഡ് ഓട്ടോമോട്ടീവ് ടൈം പീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു ബ്രൗഷർ ഇവിടെ വരുന്നുണ്ടാ. ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ കളർ കേട്ടോ, ബ്ലാക്കും യെല്ലോയും. കൊള്ളാം, 2 കളറാണ് വരുന്നത്. നൈസ്. ഇത് എനിക്കിഷ്ടപ്പെട്ട്. കിടുക്കാച്ചി 4 സ്റ്റിക്കർ നമുക്ക് തരണുണ്ട്, അത് പൊളിച്ച്. പിന്നെ വാച്ച് തുടയ്ക്കാനായിട്ടുള്ള തുണി. എല്ലാവരും ഇങ്ങനെയാണ് തുടയ്ക്കാൻ പോണത്, പക്ഷേ താങ്ക് യു. പിന്നെ ലവ് ലെറ്റർ, ഈ പറയുന്ന ഗോ ബോൾട്ടിൻ്റെയും ഈ മസ്റ്റാങ്ങിൻ്റെ ആളുടെയും ഒരു ലവ് ലെറ്റർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ശരി, ഇതാണ് നമ്മുടെ സ്മാർട്ട് വാച്ച് വിത്ത് റിയലി നൈസ് ക്വാളിറ്റി മറ്റേ സ്ട്രാപ്പ്. ഓറഞ്ച് ഡിസൈനാണ് വരുന്നത്, നല്ല മുട്ടൻ ലുക്ക്. എനിക്ക് ഈ സാധനം ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, ഈ ഒരു ഐറ്റം വെരി നൈസ്. ഇത് ക്ലിക്ക് ചെയ്യാൻ പറ്റുമോ എന്തോ ഇങ്ങനെ നമുക്ക് റൊട്ടേറ്റിംഗ് ബസ്സിൽ വരുന്നുണ്ട്. ഇവിടെ ഒരു ക്ലിക്കൽ ബട്ടൺ വരുന്നുണ്ട്. ആഹാ, വെരി നൈസ്. ഇതേപോലെ റൊട്ടേറ്റിംഗ് ബസ്സിൽ നല്ലൊരു റൊട്ടേറ്റിംഗ് ബസ്സിൽ വരുന്നുണ്ട്. ഒരു പിടുത്തമുണ്ട് കേട്ടോ. നമ്മളാ സാംസങ്ങിന് ഇതുപോലത്തെ റൊട്ടേറ്റിംഗ് ബസ്സിലുണ്ട്, അതുപോലെയല്ല ഇതിനൊരു പിടുത്തം വരുന്നുണ്ട്. എന്തൊരാവട്ടെ, 5000 രൂപയ്ക്ക് ഇതൊക്കെ മതി ഇല്ലേ? ഓൺ ചെയ്യുമ്പോൾ ഡ്രന്നൊക്കെ കേട്ടടാ, ഈ പൊളി വന്നു കേട്ടോ. ഷടപടയെന്ന് തന്നെ ഈ ഗോ ബോൾട്ട് സ്പോർട്സ് എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്. ആ സാധനത്തിൽ കയറി നിങ്ങൾക്ക് നൈസായിട്ട് ഈ സാധനം കണക്ട് ചെയ്യാം. കയറി. അപ്പം ഇതാണ് ആപ്പ്. സ്റ്റെപ്പ്, സ്ലീപ്പ്, ഹാർട്ട് റേറ്റ്, BP ഒക്കെ ചെക്ക് ചെയ്യൂ. ബ്ലഡ് പ്രഷർ, ബ്ലഡ് ഓക്സിജൻ, പിന്നെ റണ്ണിങ്, വാക്കിങ്, സൈക്ലിങ് തുടങ്ങിയ സാധനങ്ങൾക്ക് നിങ്ങൾക്ക് ഈ സാധനം കെട്ടിക്കൊണ്ട് യൂസ് ചെയ്യാം. പല ടൈപ്പ് ഓഫ് വാച്ച് ഫേസസ് വരുന്നുണ്ട്. നോട്ടിഫിക്കേഷൻ, ഫൈൻ ഡിവൈസ്, അലാം, വേൾഡ് ക്ലോക്ക്, ഷട്ടർ ബട്ടണായിട്ട് യൂസ് ചെയ്യാം. ഇ കാർഡ്, പിന്നെ അപ്ഗ്രേഡ് തുടങ്ങിയ സാധനങ്ങൾ. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു പരിപാടി. നമുക്ക് 10,000 സ്റ്റെപ്സിൻ്റെ ഗോൾ. ഓക്കെ, ശരി. ഇന്ന് GPS ട്രയൽ റൺ, ഇൻഡോർ റണ്ണിങ്. GPS ഉണ്ടോ എൻ്റെ അകത്ത്? ഓ അത് ശരി. പക്ഷേ ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു ആപ്പാണ് കേട്ടോ. ഭയങ്കര വെടിയും പുകയൊന്നുമില്ല. നമ്മൾക്ക് നമ്മൾ വന്നത് എൻ്റെ ഈ വാൾപേപ്പറൊക്കെ കാണാനാണ്. ഇതേപോലെ എന്നിട്ട് നമുക്കിതുപോലെ വാച്ച് ഫേസസ്. ഇത് മാറ്റുമ്പോൾ ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് വരുന്നുണ്ട് കേട്ടോ. ദാറ്റ് ഈസ് ആക്ച്വലി പ്രിറ്റി നൈസ്. ഇതേപോലത്തെ നമുക്ക് പല ടൈപ്പ് ഓഫ് മസ്റ്റാങ്ങിൻ്റെ കുറച്ച് വാച്ച് ഫേസസ് വരുന്നുണ്ട്. ദാറ്റ്സ് പ്രിറ്റി കൂൾ. അതേപോലെ നമ്മൾ റൊട്ടേറ്റ് ബസ്സിൽ ഭയങ്കര സംഭവം അല്ലെങ്കിൽ പോലും നമുക്ക് റൊട്ടേറ്റിംഗ് ബസ്സിൽ ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര ഒരു പിടുത്തം വരുന്നുണ്ട്. അത് കുഴപ്പമില്ല. പക്ഷേ അതൊക്കെയാണ് അതിൻ്റെ ഒരു കളി. ഇത് വെച്ചും നാവിഗേറ്റ് ചെയ്യാനും കാട്ടി നല്ലത് കൈകൊണ്ട് ചെയ്യണതാണ്. കൈകൊണ്ട് ചെയ്യണതാണ് കുറച്ചും കൂടെ സ്മൂത്ത്. പക്ഷേ ഇത് 60 ഹെർട്സ് ആവാൻ ചാൻസ് ഇല്ലടേ. ദിസ് ഈസ് നോട്ട് 60 ഹെർട്സ്. ഒട്ടും ടച്ച് റെസ്പോൺസീവും അല്ല. നിങ്ങൾക്ക് കാണാൻ പറ്റണമല്ല, കണ്ടോ? ഒരു 60 ഹെർട്സിൻ്റെ ഒരു ഫീല് വരുന്നില്ല. നമുക്ക് സ്ട്രെസ്സ് വർക്കൗട്ട് ഡാറ്റ, ബ്ലഡ് പ്രഷർ, SpO2, സ്ട്രെസ്സ്, വെതർ, ക്യാമറ, മ്യൂസിക്, മെഡിറ്റേഷൻ, വോയിസ് അസിസ്റ്റൻറ്റ്, സ്റ്റോപ്പ് വാച്ച്, ഫീമെയിൽ സൈക്കിള്, കാൽക്കുലേറ്റർ, ഗെയിംസ്. എന്തൊക്കെ ഗെയിം കിടപ്പുണ്ട്. 2046 ഗെയിം കിടപ്പുണ്ട് കേട്ടോ. പിന്നെ ഏത് ഗെയിം? പിന്നെ ഏതൊക്കെ ഇടയുള്ള? അത് മാത്രമേ ഉള്ളൂ.
2048 എന്ന് പറഞ്ഞ കളി ഇതിൻ്റെ അകത്തുണ്ട്. അത് വേണമെങ്കിൽ ഇരുന്ന് കളിക്കാം. നിങ്ങൾക്ക് വർക്കൗട്ട് മോഡിലോട്ട് പോകാൻ കണ്ട് ഈ ഒരു ബട്ടൺ നെക്കിയാൽ മതി. ഇത് നെക്കിക്കഴിഞ്ഞാൽ വർക്കൗട്ട് മോഡിലോട്ട് പോവുക. എന്നിട്ട് ഇത്രയും സാധനങ്ങളുണ്ട് സെലക്ട് ചെയ്യാനായിട്ട്. വാക്കിംഗ്, റണ്ണിങ്, സൈക്ലിംഗ്, സ്കിപ്പിംഗ്, ബാഡ്മിൻ്റൺ, ബാസ്ക്കറ്റ് ബോൾ, ഫുട്ബോൾ, സ്വിമ്മിങ്, ക്ലൈമ്പിങ്, ടെന്നീസ്, റഗ്ബി, ഗോൾഫ്, യോഗ, ഫിറ്റ്നസ്, ഡാൻസ്, ബേസ്ബോൾ, എലിപ്റ്റിക്കൽ, ഇൻഡോർ ഒക്കെ വരുന്നുണ്ട്. നമുക്ക് വല്ലാത്തത് ആഡ് ചെയ്യുകയും ചെയ്യാം. പക്ഷേ ഇട്ടിട്ട് ഞാൻ പറഞ്ഞില്ലേ അതൊന്നും നോക്കണ്ട, നല്ല ഒരു സ്ട്രാപ്പ് വരുന്നുണ്ട്. ഇതേപോലത്തെ ഒരു മുട്ടൻ ലുക്ക് നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്നതായിരിക്കും. ഇതിൻ്റെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓണാക്കി ഇടുന്നതാണ് ആരോഗ്യത്തിന് നല്ലത്. സെറ്റിങ്സിൽ പോവുക, ഡിസ്പ്ലേ എടുക്കുക, ബ്രൈറ്റ്നെസ് അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആകും. കേട്ടോ, ആംബുലൻസ് ഡിസ്പ്ലേ ഉണ്ട്, അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആവണ ഡിസ്പ്ലേ തന്നെയാണ്. റൈസ് ടു വേക്ക് ഉണ്ട്, വാച്ച് ഫേസ് ബ്രൈറ്റ്നെസ് മറ്റേ എവിടെ പോയി വാച്ച് ഫേസ് ഇത് ഓക്കെ. ഓൾവേസ് ഓൺ അവിടെ സ്ക്രീൻ ക്ലോക്ക് എന്ന് പറഞ്ഞൊരു സാധനമാണ്, അതാണ് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്ന് തോന്നുന്നു. അനലോഗ് വാച്ച് ഒരു മിനിറ്റ്, അതായിരിക്കും ഓൾവേസ് ഓൺ എന്ന് എനിക്ക് തോന്നുന്നു. തന്നെ ഇതാണ് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ. മസ്റ്റാങ് ഇങ്ങനെ തെളിഞ്ഞ് കിടക്കും, കൊള്ളാം കേട്ടോ. ഇതാണ് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ. അത് സൂപ്പർ കൂൾ. ഞാൻ പറയില്ല, നിങ്ങൾക്കൊരു അത്യാവശ്യം കൂള് പരിപാടിയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നല്ല കിടിലൻ സ്ട്രാപ്പ്, നല്ല വാച്ച്, നല്ല ലുക്ക്, ഇതേപോലെയൊക്കെ ഇങ്ങനെ ആൾക്കാർ നോക്കുമ്പോൾ ഈ മസ്റ്റാങ്ങിൻ്റെ വാച്ച് ആളിയാ എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ 5000 ഉള്ളൂ, ഫ്ലിപ്കാർട്ടിൽ പോയി വാങ്ങിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ മതി. എന്തിനാണെങ്കിലും ഞാൻ പറയില്ല ബേസിക് പരിപാടിയാണ്. പക്ഷേ ഞാൻ പറയില്ല ബസ്സിൽ അത്യാവശ്യം വർക്കിംഗ് ആണ്. ഞാൻ പറയില്ല എന്നാലും ഒരു നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു പിടുത്തമുണ്ട്. നിങ്ങൾക്കത് യൂസ് ചെയ്യുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. സോ വാച്ച് ഫേസൊക്കെ അടിപൊളി. ആകെ ഒരു 5 1 2 3 4 5 വാച്ച് ഫേസ് വരുന്നുണ്ട് മസ്റ്റാങ്ങിൻ്റെ. ഈ സാധനം കൊള്ളാം. ആൻഡ് പ്രെറ്റി കൂൾ. ഈ വാച്ച് ഫേസ് മറ്റേതിൽ ഇത് വല്ലതും ഉണ്ടാടേ. സ്ക്രീൻ ക്ലോക്കാണ് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ കേട്ടോ. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഒന്നും ഇതിൻ്റെ അകത്ത് കാണൂല. പിന്നെ നമുക്ക് കുറച്ചൊക്കെ സെലക്ട് ചെയ്യാം. ഇതേപോലെയൊക്കെ നമുക്ക് 2 ഇതാണ് വരുന്നത്, ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുക. ഓൾവേസ് ഓണിലോട്ട് പോകുമ്പോൾ നോക്കണേ, ജില്ലാണ്, ജില്ല് കണ്ട, ജിൽ ലൈക്ക് ഇറ്റ്. റൈസ് ടു വേക്ക് ഒക്കെ ഉണ്ട്. നമ്മളിങ്ങനെ ആക്കുമ്പോൾ തന്നെ അതൊക്കെ നല്ല സ്പോണ്ടേനിയസ് ആണ്. നല്ല സ്പോണ്ടേനിയസ് ആയിട്ട് തന്നെ റൈസ് ടു വേക്ക് ഒക്കെ വരുന്നുണ്ട്. ഇഷ്ടപ്പെട്ടു എനിക്ക്. കാണാൻ ലുക്കുണ്ട്. ലുക്ക് എന്നുള്ള രീതി നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് പ്രിറ്റി നൈസ്. ആ ബസ്സിൽ തൊട്ട് കഴിഞ്ഞാൽ അപ്പോൾ വേറെ വാൾപേപ്പറിലോട്ട് പോകും കേട്ടോ. പക്ഷേ ബസ്സിൽ എന്തിനാണ് ഈ ബസ്സിൽ അവർ വെച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു ശോകം, ഭയങ്കര ഒരു പിടുത്തവും, നോട്ട് ദാറ്റ് ഗ്രേറ്റ്. ബട്ട് അഗെയിൻ ഇറ്റ്സ് എ ഗുഡ് ലുക്കുള്ളൊരു സ്മാർട്ട് വാച്ച്. സോ അങ്ങനെ ലുക്കുള്ളൊരു സ്മാർട്ട് വാച്ച് വേണമെന്നുള്ളവർക്ക് ഇത് മേടിക്കാം. ഹാർട്ട് റേറ്റും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. ഹാർട്ട് റേറ്റ് ഇങ്ങനെ എടുക്കുക, ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ട് റേറ്റ് വരും. 93 നോക്കട്ടെ. വീഡിയോ ചെയ്യണോണ്ട് ഇനിയിപ്പോൾ ആയിരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എൻ്റെ ഇതിട്ടിട്ടുണ്ട്, ഇതിലുണ്ട് ഹാർട്ട് റേറ്റ്. അതാണ് എൻ്റെ ഹാർട്ട് റേറ്റ്. ഇപ്പോൾ നോക്കിയോ, 69 ഇതിട്ടിരിക്കുകയാണ്. 69 93 അതിപ്പോൾ 87 73 ഇതാണ് എൻ്റെ ഹാർട്ട് റേറ്റ്. കാര്യം മനസ്സിലായല്ലോ? അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളെ മറ്റേ ഹെൽത്തും കാര്യങ്ങളൊക്കെ വെച്ച് ഇട്ടുകൊണ്ട് നിങ്ങൾ ജീവിക്കാൻ പോവുകയാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ഈ നിങ്ങൾക്ക് അത്യാവശ്യം ലുക്കും കാര്യങ്ങളും നിങ്ങൾ മസ്റ്റാങ്ങിൻ്റെ പരിപാടി എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കുകയാണെങ്കിൽ ഓക്കെയാണ്. അല്ലാതെ ഇതിട്ടുകൊണ്ട് ജിമ്മിൽ പോയി കഴിഞ്ഞാൽ ഡാറ്റയൊക്കെ ഭയങ്കര പക്കയായിരിക്കും. നോ, ഡോണ്ട് ഈവൻ എക്സ്പെക്ട് ദാറ്റ്. ബട്ട് ആസ് എ കളക്ടർ ഐറ്റം ഐ തിങ്ക് ദിസ് ഇസ് വെരി നൈസ്. ഇതിൻ്റെ ഒരു മഞ്ഞ ആൻഡ് ബ്ലാക്ക് വരുന്നുണ്ട്. നല്ലൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയ സാധനമാണ് ചെറുക്കന്മാർക്കൊക്കെ. ഇപ്പോൾ ലേഡീസിനൊക്കെ, നിങ്ങളുടെ ബോയ് ഫ്രണ്ട്സിന്, കാർ എന്തൂസിയായിട്ടുള്ള ബോയ്സിനൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു ഗിഫ്റ്റ് ഐറ്റമായിട്ടാണ് എനിക്ക് ഈ വാച്ച് ഫീൽ ചെയ്തത് ഗായ്സ്. ഞാൻ പറയില്ല വലിയ സംഭവമൊന്നും എനിക്കിവിടെ പറയാനില്ല. ഇറ്റ്സ് ആക്ച്വലി പ്രിറ്റി ഡീസൻറ്റ്
ആൻഡ് ഐ ലൈക്ക് ദ ഡിസൈൻ. ദാറ്റ് ഈസ് വൈ ഐ ആക്ച്വലി ബോട്ട് ദിസ് വാച്ച്. എന്താണെങ്കിലും ഇതൊക്കെ സൗണ്ട് കേൾക്കണം. അതാ ബെസലിൻ്റെയാണ്, കേൾക്കാവോ? ഭയങ്കര വോബിളി ആയിട്ടുള്ളൊരു സാധനം. ഞാൻ പറഞ്ഞു ഇതെന്തിനാണ് അവർ കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇതിൻ്റെ ആവശ്യമേ ഇല്ല. കൊടുത്തെങ്കിൽ നല്ല സ്മൂത്തായിട്ട് കൊടുക്കും. അതിനൊരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഉണ്ട്, പക്ഷേ ഇറ്റ്സ് വെരി എന്താ പറയുക, ഒരു എന്താ പറയുക, നമ്മൾ ഫ്ലിംസിയാ അങ്ങനെ പറയില്ല, ആ സാധനമാണ്. എന്തരോ എന്താണെങ്കിലും സാധനം കൊള്ളാം. സ്ലീപ്പ് ട്രാക്ക് എന്നൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. പ്ലീസ് ഡോണ്ട്. ഇതിൻ്റെ കിട്ടാൻ പോണ ഡേറ്റ വെച്ചിട്ട് നിങ്ങൾ അവസാനം പേടിച്ച് വേറെ വല്ലതും വരും നിങ്ങൾക്ക്. അതുകൊണ്ട് ദൈവത്തിനെ ഓർത്ത് ഡോണ്ട് ഈവൻ തിങ്ക് അബൌട്ട് ടേക്കിംഗ് ദിസ് തിങ് സീരിയസ്ലി ഫോർ യുവർ ഹെൽത്ത്. ചെയ്യരുത്. ഹെൽത്തിന് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ബ്രാൻഡുകൾ മേടിക്കുക. ഇത് ലുക്കിന് മുട്ടാൻ ലുക്ക്, ഒരു പക്ക ഒരു വാച്ച് എന്നുള്ള രീതിയിൽ, സ്മാർട്ട് വാച്ച് അല്ലെങ്കിൽ ഒരു വാച്ച് എന്നുള്ള രീതിയിൽ ഇത് നൈസാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു ഗൈസ്. അധികം ഞാൻ പറയില്ല ഇതിലോട്ട് ഞാൻ ഇതിനെ എക്സാമിൻ ചെയ്യാനോ അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റേ ട്രാക്കിങ്ങിനെയൊന്നും വെച്ച് ഞാൻ ഒരു ഇൻഡെപ്റ്റ് റിവ്യൂ ഒന്നും ഇടുന്നില്ല. അത് ചെയ്യുന്നത് തന്നെ മോശമായി പോവും. അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നു. ഗോപാല എന്ന് പറഞ്ഞ് ഞാൻ പോകുന്നു ഗൈസ്. ഞാൻ ടച്ചൊന്നും ഞാൻ ഒന്നും കുറേ പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ഒരു 60 ഹെർട്സിൻ്റെ ഒരു സ്മൂത്ത്നെസ് ഒന്നും കിട്ടുന്നില്ല. അതാണ് പറഞ്ഞത്, നമ്മൾ അവിടെയാണ് നമ്മളെ CMF ബഡ്സ് 3 Pro ഒക്കെ പോലത്തെ വാച്ചസ് എക്സൽ ചെയ്യുന്നത്. അവരിന് 10,000-8,000 രൂപ എന്തോ വിലയുണ്ട്. സൂപ്പർ വാച്ചാണ്. പക്ഷേ അതേപോലെ തന്നെ കഴിഞ്ഞ വർഷം ഇറങ്ങിയ CMFൻ്റെ വാച്ച് കിടിലമാണ്. സോ പവർ ഓഫ്. അതുപോലെ ടച്ച് എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ കൊള്ളാം. ഓൺ ചെയ്യുമ്പോഴും ഓഫ് ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനത്തെ മസ്റ്റാങ്ങിൻ്റെ ഒരു സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. കൊള്ളാം. അപ്പോൾ ഇത് ആർക്കെങ്കിലും ഞാൻ കൊടുക്കുന്നതായിരിക്കും. എന്താണെങ്കിലും ഇറ്റ്സ് എ വെരി ഡീസൻറ്റ് പ്രോഡക്റ്റ്. ഇഫ് യു വാണ്ട് എ ലുക്കുള്ള ഒരു സ്മാർട്ട് വാച്ച്, ദിസ് ഇസ് ഗുഡ്. ഇഫ് യു വാണ്ട് ടു ഗിഫ്റ്റ് യുവർ ബോയ് ഫ്രണ്ട് ഹൂ ഇസ് ആൻ ഒബ്വിയസ്ലി എ മസ്റ്റാങ് എന്തൂസിയസ്റ്റ്, യു ക്യാൻ ഗോ വിത്ത് ദിസ്. അങ്ങനെയുള്ളവർക്ക് പറ്റിയ സാധനമാണ് എന്ന് പറഞ്ഞ് thanks for coming and thank you for coming to my YouTube channel guys എന്ന് പറഞ്ഞ് ഞാൻ പോകുന്നു. എല്ലാവരും ലൈക്ക് അടിക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ. ബൈ.